പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്, കർമ്മമാണ് ധർമ്മം കൊടുക്കുക എന്നുള്ളത്. സാധാരണ മാസങ്ങളിൽ ധർമ്മം നൽകുന്നതിലും എത്രയോ കൂടുതലാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ ധർമ്മം നൽകിയാലുള്ള ഫലം, കൂലി എന്ന് പരിശുദ്ധ ഖുർആനിലും നബി വചനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സക്കാത്ത് അല്ലെങ്കിൽ ധർമ്മം അല്ലെങ്കിൽ സദക്ക, ഇത് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഇന്ന് നാട്ടിൽ നടക്കുന്ന പല നിലയിലുള്ള സാമ്പത്തിക മേഖലകളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. 2.5% നിർബന്ധമായും ഒരു മുസ്ലിം അവൻ്റെ വരുമാനത്തിൻ്റെ, ഉപയോഗിക്കാത്ത സ്വത്തിൻ്റെ ഭാഗം ധർമ്മമായി നൽകേണ്ടതാണ്. ലോകത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും 2.5% അവരുടെ സ്വത്തിൻ്റെയും വരുമാനത്തിൻ്റെയും ഭാഗം ധർമ്മമായി നൽകി കഴിഞ്ഞാൽ ഈ ലോകം അത് ഒരു ഏറ്റവും നല്ല നിലയിൽ സാമ്പത്തികമായി എല്ലാവർക്കും സുഖമായി ജീവിക്കാവുന്ന നിലയിൽ ആവുന്ന ഒരു രീതിയായിരിക്കും. അത് ശരിക്കും നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ധർമ്മം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത് വെറും പണം കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. പലതും നമുക്ക് കൊടുക്കുവാൻ പറ്റും. പണം കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും. അവർക്ക് മറ്റു നിലയിൽ ധർമ്മം നൽകാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ധർമ്മമായി നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട്, ഉദാഹരണത്തിന് വീട്ടിൽ ഉപയോഗിക്കാത്ത വസ്ത്രം, കുറേ കാലമായിട്ട് മൂലക്കെട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അതൊക്കെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക എന്നുള്ള ധർമ്മമൊക്കെ പലരും ചെയ്യാറുണ്ട്. അത് സർവശക്തനെ പറ്റിക്കുവാനുള്ള ഒരു ശ്രമമാണ്. അതൊരു കാലത്തും സമ്മതിക്കപ്പെടില്ല. നമുക്ക് മനസ്സിന് ഏറ്റവും ആവശ്യമുള്ള, ഇഷ്ടമുള്ള കാര്യം അത് ധർമ്മം കൊടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. പണം കൊടുക്കുക ബുദ്ധിമുട്ടാണ്. നാം ബുദ്ധിമുട്ടി നേടിയിട്ടുള്ള, അധ്വാനിച്ച് നേടിയിട്ടുള്ള പണം അത് കൊടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതേപോലെ തന്നെ മറ്റു പലതും നമുക്ക് ചെയ്യാൻ പറ്റും. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും, ഉദാഹരണത്തിന് നമ്മൾ രക്തം നൽകുന്നു, വലിയൊരു ധർമ്മമാണ്. അവയവങ്ങൾ നൽകുന്നു, ഒരു കിഡ്നി നൽകുന്നു, അല്ലെങ്കിൽ കരളിൻ്റെ ഒരു ഭാഗം നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ധർമ്മമാണ്. ധർമ്മം എന്നുള്ളത് വെറും ഈ 2.5% കൊടുത്താൽ തീരുന്നതല്ല. ആ ധർമ്മം അതൊരു ധർമ്മമായി കണക്കാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മളുടെ സഹോദരങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവരും നമുക്കറിയുന്നവരും അറിയാത്തവരും, അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ അത് നമ്മളുടെ കയ്യിലുള്ള ആ ഒരു ദൈവം തന്നിട്ടുള്ള ആ ഒരു നിധി എത്തിക്കാൻ പറ്റും എന്നാണ് നാം നോക്കേണ്ടത്. അതാണ് ശരിയായ ഇസ്ലാമിലെ ധർമ്മം.